മലയാളികളുടെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടാണ് മോഹൻലാൽ പ്രിയദർശൻ കോംബോ. എന്നും ഓർത്തിച്ചിരിക്കാവുന്ന ഒരുപിടി നല്ല സിനിമകളാണ് ഈ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. തന്റെ 100ാമത്തെ സിനിമയ്ക്കുള്ള ഒരുക്കത്തിലാണ് പ്രിയദർശൻ ഇപ്പോഴിതാ ഈ സിനിമയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അദ്ദേഹം. My 100th film is definitely with Mohanlal because I am what I am today is because of him, and he has really supported my career. I mean, maybe we grew up as childhood friends, but still a star has to, I mean, a star has so many options because it's his life too. But we mutually did good to each other. So my 100th film, I cannot think of anybody because he said one thing. തന്റെ 100ാമത്തെ സിനിമ ഉറപ്പായും മോഹൻലാലിന് ഒപ്പമാണെന്നും അദ്ദേഹത്തിനെ അല്ലാതെ മറ്റാരെയും നായകനായി ചിന്തിക്കാൻ കഴിയില്ലെന്നും പ്രിയദർശൻ പറഞ്ഞു. തന്റെ കരിയറിനെ മോഹൻലാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണെങ്കിലും സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം അത് അയാളുടെ കൂടെ ജീവിതമാണ്. ഞാനിന്ന് എന്താണോ അതിനെല്ലാം കാരണക്കാരൻ മോഹൻലാലാണ് എന്നും പ്രിയദർശൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ 100ാമത്തെ സിനിമയ്ക്ക് മോഹൻലാലിനെ അല്ലാതെ മറ്റാരെയും ചിന്തിക്കാനാകില്ല. എൻ്റെ ആദ്യത്തെ സിനിമയിൽ മോഹൻലാലായിരുന്നു നായകൻ, 100ാമത്തെ സിനിമയിലും മോഹൻലാലാകും നായകൻ. ഇത്തരമൊരു കാര്യം ലോകത്ത് മറ്റൊരു നടന്റെയും സംവിധായകന്റെയും കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും പ്രിയദർശൻ കൂട്ടിച്ചേർത്തു. മോഹൻലാലിനൊപ്പം 44 മേലെ സിനിമകൾക്ക് പ്രിയദർശൻ ഒന്നിച്ചിട്ടുണ്ട്. 1984 പുറത്തിറങ്ങിയ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ ആരംഭിച്ച കൂട്ടുകെട്ട് അവസാനമായി ഒന്നിച്ചത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. സെയ്ഫ് അലി ഖാൻ, അക്ഷയ് കുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ഹൈവാനാണ് ഇനി പുറത്തിറങ്ങാനുള്ള പ്രിയദർശൻ ചിത്രം. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കിയ ഒപ്പം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കാണ് ഈ ചിത്രം. മോഹൻലാൽ അവതരിപ്പിച്ച അന്ധനായ നായകനായി ഹിന്ദി പതിപ്പിലെത്തുന്നത് സെയ്ഫ് അലി ഖാൻ ആണ്. സമുദ്രകനി അവതരിപ്പിച്ച വില്ലൻ വേഷത്തിൽ എത്തുന്നത് അക്ഷയ് കുമാറാണ്. ഒരിടവേളയ്ക്ക് ശേഷം അക്ഷയ് കുമാർ അവതരിപ്പിക്കുന്ന വില്ലൻ വേഷമാണിത്. ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്.